പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഓരോ ഇന്ത്യക്കാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഓരോ ഇന്ത്യക്കാരും ആഘോഷിക്കാറുണ്ട്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കാരണം ഓരോ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിക്കുമ്പോഴും അദ്ദേഹം ഇത് എന്റെ ജനങ്ങൾക്ക് എന്ന സമർപ്പണം നടത്താറുണ്ട്. കഴിഞ്ഞ ദിവസം മോദിക്ക് ഒരു വിദേശ രാജ്യം നൽകുന്ന 33ാമത് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. സ്ലോവാക്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ചു. തിങ്കളാഴ്ച ബ്രാറ്റിസ്ലാവയിൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. ഒരു വിദേശ രാജ്യം മോദിക്ക് നൽകുന്ന 33ാമത് അന്താരാഷ്ട്ര പുരസ്കാരം എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിയ ചരിത്രപരമായ സന്ദർശനത്തിനിടയിലാണ് ഈ ആദരവ്. സ്ലോവാക്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ആ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയായി നരേന്ദ്രമോദി മാറുകയാണ്. ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. പ്രധാനമന്ത്രി മോദിക്ക് ലഭിക്കുന്ന 33ാമത് അന്താരാഷ്ട്ര പുരസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ എത്ര രാജ്യങ്ങളിലാണ് അദ്ദേഹം സർവസമ്മതനായിരിക്കുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കണം. ബഹുമതി സ്വീകരിച്ച ശേഷം നന്ദി രേഖപ്പെടുത്തിയ മോദി ഈ പുരസ്കാരം ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കുള്ളതാണ് എന്ന് പറയുകയും ഇന്ത്യയും സ്ലോവാക്യയും തമ്മിൽ ഉള്ള നിലനിൽക്കുന്ന സൗഹൃദത്തിനായി ഇത് സമർപ്പിക്കുകയും ചെയ്തു. സന്ദർശന വേളയിൽ സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി മോദിയെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്തു. അവിടെ രണ്ട് നേതാക്കളും വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം, തന്ത്രപ്രധാനമായ കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക യോഗ സെഷനിലും ഇരു നേതാക്കളും പങ്കെടുത്തു. തുടർന്ന് പ്രസിഡന്റ് പെല്ലഗ്രിനിക്കൊപ്പം മോദി തന്റെ പാർലമെന്റ് മണ്ഡലമായ വാരണാസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ സവിശേഷമായ ഒരു പ്രദർശനവും സന്ദർശിച്ചു. അന്നേ ദിവസം നേരത്തെ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. ഒന്നിലധികം മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നിവയിൽ രണ്ടു പക്ഷവും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ബ്രാറ്റിസ്ലാവയിലെ സൈനികന്റെ ശവകുടീരത്തിൽ ടോംബ് ഓഫ് ദി അൺനോൺ സോൾജിയർ പുഷ്പചക്രം അർപ്പിച്ച് പ്രധാനമന്ത്രി സ്ലോവാക്യയിലെ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്ലോവാക്യ സന്ദർശിച്ചതും ഈ വർഷം ആദ്യം പ്രസിഡന്റ് പെല്ലഗ്രിനി ഇന്ത്യ സന്ദർശിച്ചതും ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടന്ന ഉയർന്ന തലത്തിലുള്ള കൈമാറ്റങ്ങളുടെ തുടർച്ചയായാണ് മോദിയുടെ ഈ സന്ദർശനം വിലയിരുത്തപ്പെടുന്നത്. ഇത് ന്യൂഡൽഹിയും ബ്രാറ്റിസ്ലാവയും തമ്മിൽ വർദ്ധിച്ചുവരുന്ന അടുപ്പത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.